Greetings to you all in the mighty and marvelous name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്ന് ആത്മായ ഞായറായി നാം കണക്കാക്കുന്നു. ലേറ്റി സൺഡേ. ലേറ്റി ഡെഡിക്കേറ്റഡ് ടു സർവീസ്, സേവനത്തിനായി സമർപ്പിക്കപ്പെട്ടവർ. അതിനാധാരമായി നാം ഇന്ന് പഠിക്കുന്നത് വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷമാണ്. 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 20 വേഴ്സസ് 20 through 28. ഇവിടെ യേശു ദൈവരാജ്യത്തിൻ്റെ ചില പ്രമാണങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദൈവരാജ്യം എന്നത് ദൈവം കർത്തൃത്വം നടത്തുന്ന രാജ്യമാണ്. ദൈവമാണ് അവിടുത്തെ രാജാവ്, അവിടുത്തെ അധികാരി. ഇത് പ്രകാശത്തിൻ്റെ രാജ്യമാണ്. ഈ ദൈവരാജ്യം പ്രഘോഷിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. ഈ ദൈവരാജ്യത്തിലേക്ക് മാനവജാതിയെ പ്രവേശിപ്പിക്കണം. അവർ അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് ഈ പ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരണം. അതിനായി മാനവകുലത്തിൻ്റെ പാപമെല്ലാം തന്മേൽ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പാപമോചനവും പുത്രത്വവും പരിശുദ്ധാത്മാവും അങ്ങനെ നിത്യജീവനും കൊടുത്തുകൊണ്ട് അവരെ ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. ഇവിടെ നാം വായിക്കുന്നു, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ ഈ 2 മക്കളെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഇവരുടെ അപ്പൻ്റെ പേര് സെബദി എന്നാണ്. നമുക്ക് വായിക്കാം, അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണമെന്ന് യേശു അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. യേശു യാക്കോബിനോടും യോഹന്നാനോടും ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. അവർ അറിഞ്ഞില്ല ഈ പാനപാത്രം എന്താണ് എന്ന്. അവർ പറഞ്ഞു, കഴിയും. യേശു പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എന്നാൽ എൻ്റെ വലത്തും ഇടത്തും ഇരിക്കേണ്ടത് ആരാണ് എന്ന് നിശ്ചയിക്കുന്നത് ഞാനല്ല, എൻ്റെ പിതാവ് അത് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് ലഭിക്കും. മറ്റു ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് ഈ 2 ശിഷ്യന്മാരോട് നീരസപ്പെട്ടു. യേശു അവരെ വിളിച്ചു പറഞ്ഞു, ഈ 2 ശിഷ്യന്മാരിൽ കർത്തൃത്വം നടത്തുന്നത് ആരാണ്? ഇവിടെ പറയുന്നത്
ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ഈ ലോകത്തിലെ അധികാര ശ്രേണികൾ എങ്ങനെയാണ് തങ്ങളുടെ അധികാരം വിനിയോഗിക്കുന്നത്? ആരാണ് ഈ ലോകത്തിലെ അധികാരികൾ? ആ ഒരു രീതിയിലുള്ള അധികാരമാണ് ഈ രണ്ടുപേരും, അല്ലെങ്കിൽ ഇവരുടെ അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ചത്. പക്ഷേ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. അധികാരം നടത്തി കിട്ടുന്ന അധികാരമല്ല യേശു ആഗ്രഹിക്കുന്നത്. ഒരുവൻ മഹാനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ അധികാരം നടത്തുന്നവനായിട്ടല്ല നേതാവാകേണ്ടത്, ശുശ്രൂഷ ചെയ്യുന്നവനായിട്ടാണ്, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നവനായിട്ടാണ് നേതാവാകേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് പിതാവ് അവരിൽ പ്രസാദിക്കുന്നത്, അവർക്ക് ദൈവരാജ്യത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് എന്ന് യേശുവരെ പഠിപ്പിക്കുന്നു. ഇവിടെ ദൈവരാജ്യത്തിലെ ആ രാജാവായിരിക്കുന്ന ദൈവത്തെപ്പറ്റി പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ഡ്യൂട്രോണമി ചാപ്റ്റർ 10 വേഴ്സസ് 12 to 22 വായിക്കാം. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാനിന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളാണ് ദൈവകൽപ്പനകൾ. നാം പ്രമാണിക്കണം. ദൈവത്തെ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. വേഴ്സ് 14, ഇതാ സ്വർഗവും സ്വർഗാധിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. ഇസ്രായേൽ മക്കളോടാണ് യഹോവയായ ദൈവം ഇത് പറയുന്നത്. യേശുക്രിസ്തു വരുന്നതിനു മുമ്പ് 12-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 1250 വർഷങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവം പറയുകയാണ് ഇക്കാര്യങ്ങളെല്ലാം. കാരണം യഹോവ നിത്യദൈവമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളവനാണ്, അനന്യനാണ്. പുരാതന കാലങ്ങളിൽ തൻ്റെ മക്കളോട് സംസാരിച്ചിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന് യേശുവിലൂടെ തൻ്റെ ശിഷ്യന്മാരോടും സംസാരിക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ എന്താണ്? ആ രാജ്യത്തിൻ്റെ രാജാവിനെ നാം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, സേവിക്കണം, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ഇവിടെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യമുള്ളവരാകരുത്. സകല ജാതികളിലും നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ ലോകത്തിന് ഒരു മാതൃകയാകേണ്ടതിനാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ, അല്ലെങ്കിൽ യഹോവയെ സ്നേഹിക്കുന്നവർക്ക്
യഹോവ എങ്ങനെയാണ് ഈ ലോകത്തിൽ മഹത്വം കൊടുക്കുന്നത് എന്ന് മറ്റുള്ളവർ കാണണം. എങ്ങനെയാണ് ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് എന്ന് മറ്റുള്ളവർ കാണണം. അതിന് അവരെ അടയാളമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വേഴ്സ് 15, നിങ്ങളുടെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യുവീൻ. അതായത് നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുവീൻ. ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളേറ്റ പരിച്ഛേദനയേക്കാൾ പ്രധാനം നിങ്ങളുടെ ഹൃദയത്തിനുള്ള പരിച്ഛേദനയാണ്. അതായത് നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാധിദൈവവും കർത്താധികർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തിക്കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പീൻ. ഈ പ്രമാണങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളാണ്. നിങ്ങളും മിസ്രൈം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ പരദേശികളെ സ്നേഹിപ്പീൻ. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവരാജ്യത്തിൽ മഹാനാകുവാൻ ആഗ്രഹിക്കുന്നവൻ സകലർക്കും ദാസനാകണം, അവൻ ശുശ്രൂഷക്കാരനാകണം. സെർവൻ്റ് ലീഡർഷിപ്പാണ് ഇവിടെ ആവശ്യം. നിങ്ങൾ സേവനം ചെയ്തുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. ഒരു ലീഡർ അഥവാ ഒരു നേതാവ് സേവകനായിരിക്കണം, കാൽ കഴുകുന്നവനായിരിക്കണം. നമുക്കറിയാം, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഗുരുവും നിങ്ങളുടെ കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നുവെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകേണ്ടതാകുന്നു, ശുശ്രൂഷ ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ കർത്താവായ ഞാൻ, നിങ്ങളുടെ ഗുരുവായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി. അപ്പോൾ നിങ്ങൾ എത്രമാത്രം പരസ്പരം നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം എന്നാണ് യേശുദമ്പുരാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വേദഭാഗമുണ്ട്, അത് സങ്കീർത്തനമാണ്. സങ്കീർത്തനം 82. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കും, ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. ഇതൊക്കെയും ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളാണ്. നാം ഇത് ചെയ്യേണ്ടതാണ്.
നിങ്ങൾ ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കരുത്. നിങ്ങൾ നീതികേടായി വിധിക്കരുത്. ഭൂമിയിലെ രാജാക്കന്മാരോടാണ് ഈ ആസാഫ് ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരോട് ദൈവം പറയുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ രാജാക്കന്മാരെയാണ് ദേവന്മാർ എന്നും അത്യുന്നതൻ്റെ പുത്രന്മാർ എന്നും ഒക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്ഥാനമായിരുന്നു അവർക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അവരെയൊക്കെയും മറ്റുള്ളവർ ദേവന്മാരെന്ന് വിളിച്ചിരുന്നു, അത്യുന്നതൻ്റെ പുത്രന്മാർ എന്നൊക്കെയും വിളിച്ചിരുന്നു. കാരണം അവർ മഹത്തുക്കളാണ്, ഭരിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് അവരോട് പറയുകയാണ്, പീഡിതനും അഗതിക്കും ന്യായം പാലിച്ചു കൊടുക്കാത്ത ഇത്തരം രാജാക്കന്മാർക്ക് അറിവില്ല, ബോധവുമില്ല. അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും അവർ നിമിത്തം ഇളകിയിരിക്കുന്നു. അവർ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ആസാഫ് പറയുകയാണ്, ദൈവമേ, നീ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. നമുക്ക് തുടർന്ന് വായിക്കാം. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും, The Epistle of Philippians, chapter 2, verses 1 to 11. ഇവിടെ എങ്ങനെയാണ് ഒരു ശുശ്രൂഷക്കാരൻ ആയിരിക്കേണ്ടത്? അതിൻ്റെ റോൾ മോഡലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ആ മനസ്സ് ശുശ്രൂഷകർക്ക് അഥവാ നേതാവാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെയും വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെയും വല്ല കൂട്ടായ്മയുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ഫിലിപ്പിയിലെ ജനങ്ങളോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ സ്നേഹത്തിൽ നടപ്പീൻ, ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, നിങ്ങൾ ആർദ്രതയുള്ളവരായിരിപ്പീൻ, മനസ്സലിവുള്ളവരായിരിപ്പീൻ, ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ജീവിക്കുവീൻ. ദൈവരാജ്യത്തിൽ ആയിരിക്കുവാൻ ഇങ്ങനെയുള്ള ഒരു ഭാവമാണ് നമ്മൾക്ക് വേണ്ടത്. തുടർന്ന് പറയുന്നു, വേഴ്സ് 3, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം? അവൻ ദേഹരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതാണ് ക്രിസ്തുവേശുവിൻ്റെ ഭാവം, ക്രിസ്തുവേശുവിൻ്റെ മനസ്സ് ഇതാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ, അല്ലെങ്കിൽ അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ
മനുഷ്യവേഷമെടുത്തു. ആർക്കു വേണ്ടി? മാനവരാശിക്ക് വേണ്ടി. ഒരു മനുഷ്യനെ പോലെ, നമ്മിലൊരുവനെ പോലെ ആയിത്തീർന്നു. ക്രിസ്തുവേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ സർവാധികാരി ദൈവമാണ്. അവനാണ് നമ്മുടെ നേതാവ്. അവനാണ് നമ്മുടെ ലീഡർ. അവനാണ് നേതാവാകാൻ, ലീഡറാകുവാൻ സർവഥാ യോഗ്യൻ. യേശുവിൻ്റെ മനസ്സ് എന്തായിരുന്നു? നമ്മെ രക്ഷിക്കുവാൻ നമ്മിലൊരുവനെ പോലെയായി ദാസരൂപം ധരിച്ചു, ദാസനായി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു തന്നെ കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ മഹത്വവാനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അവൻ്റെ രാജ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അവൻ്റെ രാജ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് നാം ശുശ്രൂഷ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്? നമ്മുടെ ജീവൻ കൊടുത്തു പോലും അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ നമ്മുടെ ജീവൻ പോലും ത്യജിച്ച് അവരെ സ്നേഹിക്കുവാൻ നാം തയ്യാറാകണം. അതുപോലെയുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടത്. യേശുക്രിസ്തു അതാണ് കാണിച്ചു തന്നത്. നമുക്ക് അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകണം. Lord, whose love in humble service bore the weight of human need, who upon the cross forsaken worked your mercy's perfect deed. We your servants bring the worship, not of voice alone but heart, consecrating to your purpose every gift which you impart. Still your children wander homeless, still the hungry cry for bread, still the captives long for freedom, still in grief we mourn our dead. As you, Lord, in deep compassion, heal the sick, comfort the soul. By your Spirit, send your power to our world to make it whole. As we worship, grant me vision till your love's revealing light. In its height and depth and greatness, dawns upon our quickened sight, making known the needs and burdens your compassion bids us bear, stirring us to ardent service, your abundant life to share. Called by worship to your service,
forth in your dear name we go. To the child, the youth, the aged, love in living deeds to show. Hope and health, goodwill and comfort, counsel